ആക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ വിലയിരുത്തൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിയ ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം ഹമാസ് നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നുവെങ്കിൽ ആ ദൗത്യം വിജയിച്ചില്ലെന്ന വാർത്ത ഇസ്രായേലിന് നയതന്ത്രപരമായി വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. അതേസമയം ഈ നീക്കം ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങാൻ കാരണമായിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിർണായകമായ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി ഞായറാഴ്ച ഖത്തറിൽ നടക്കും. ഈ സാഹചര്യത്തിൽ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയേറ്റെന്നു വരും. ഇത് പുതിയൊരു സംഘർഷത്തിന് വഴിവെച്ചേക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളായ മൊസാദും ഷിൻബെറ്റും നടത്തിയ സംയുക്ത വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ദോഹയിൽ നടന്ന ഓപ്പറേഷനിൽ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾക്ക് പരിക്കേറ്റിട്ടില്ലെന്നും അവർ സുരക്ഷിതരാണെന്നും സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് അംഗീകാരം നൽകിയ ഈ ആക്രമണം വർഷങ്ങളായി ഹമാസ് നേതൃത്വത്തെ വേട്ടയാടുന്ന ഇസ്രായേലിന്റെ വലിയൊരു നീക്കമായിരുന്നു. എന്നാൽ കൃത്യമായ വിവരങ്ങളുടെ അഭാവമോ അല്ലെങ്കിൽ ഹമാസിന്റെ നേതാക്കൾ ഇസ്രായേലിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ള തന്ത്രപരമായ മാറ്റങ്ങളോ ആയിരിക്കാം ഈ ദൗത്യം പരാജയപ്പെടാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഒരു ഓപ്പറേഷൻ വിജയിച്ചുവെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ സൈന്യം വിമുഖത കാണിക്കുന്നതും ഈ വിലയിരുത്തലിനെ ശക്തിപ്പെടുത്തുന്നു. ഈ ആക്രമണത്തിന് ശേഷം മേഖലയിലെ അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമായി. ഇസ്രായേലിന്റെ ഈ നടപടി എല്ലാ ചർച്ചകളുടെയും വാതിലുകൾ അടച്ചതായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ബിൻ റഹ്മാൻ അൽ താനി വ്യക്തമാക്കി. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്ന ചർച്ചകളാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഷങ്ങളായി ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ അനുരഞ്ജനത്തിന്റെ പാലമായി പ്രവർത്തിച്ച ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. സമാധാന ദൂതനായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന്റെ മണ്ണിൽ അതിന്റെ പ്രധാന പങ്കാളികളായ ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണം നയതന്ത്രപരമായ എല്ലാ മര്യാദകളുടെയും ലംഘനമാണെന്ന് ഖത്തർ ആവർത്തിച്ച് വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ഈ തെമ്മാടിത്തരം ആവർത്തിക്കരുതെന്ന് ഉറപ്പാക്കണമെന്നും അതിന് അർത്ഥവത്തായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നും CNN അഭിമുഖത്തിൽ ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ഗൾഫ് മേഖലയാകെ വലിയ ഭീഷണി നേരിടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് ഖത്തർ വേദിയാകുന്നത്. ഞായറാഴ്ച വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടെ ആരംഭിക്കുന്ന ഈ ഉച്ചകോടി തിങ്കളാഴ്ച പ്രധാനമന്ത്രിമാരുടെയും രാഷ്ട്രീയ തലവന്മാരുടെയും സാന്നിധ്യത്തിൽ സമാപിക്കും. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയം. ഇസ്രായേലിന്റെ ഈ നയതന്ത്രപരമായ അതിക്രമത്തിനെതിരെ ഏത് രീതിയിൽ മറുപടി നൽകണം എന്നതിനെക്കുറിച്ചും ഉച്ചകോടിയിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം. അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിന് ഒരു ശക്തമായ സന്ദേശം നൽകുമെന്നാണ് ഖത്തർ പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ ഭാവിയിൽ ഇത്തരം ഏകപക്ഷീയമായ നീക്കങ്ങൾ ആവർത്തിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. സൗദി അറേബ്യ, UAE, ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ പ്രധാന അറബ് രാജ്യങ്ങളുടെ നിലപാടുകൾ ഈ ഉച്ചകോടിയെ സംബന്ധിച്ച് നിർണായകമാണ്. ഈ രാജ്യങ്ങൾ പലതും അമേരിക്കയുമായും ഇസ്രായേലുമായും ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നവരാണ്. എന്നാൽ പൊതുസമൂഹത്തിന്റെ ശക്തമായ വികാരം പരിഗണിച്ച് അവർക്ക് ഇസ്രായേലിന്റെ നീക്കങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല. ഇസ്രായേലിനെതിരെ ശക്തമായ സാമ്പത്തിക രാഷ്ട്രീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഉച്ചകോടിയിൽ ചർച്ചകൾ നടന്നേക്കാം. കൂടാതെ ഗാസയിലെ മാനുഷിക ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട്. ഈ ഉച്ചകോടിയിൽ നിന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കുന്നതാകും.